ഇന്നത്തെ ഒരൊറ്റ ടാസ്കിലൂടെ തന്റെ എതിരാളികളുടെ അണ്ണാക്കിലടിച്ചുകൊണ്ട് ഹീറോയായി മാറിയിരിക്കുകയാണ് അനീഷ്. താൻ തലകുനിച്ച് നിറകണ്ണുകളോടുകൂടി ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങിപ്പോകുന്നത് കണ്ട് കൈകൊട്ടി ചിരിക്കുവാൻ കാത്തിരുന്ന, അത് മുന്നമേ കൂട്ടി പ്രവചിച്ച് അത് കാണുവാൻ കാത്തിരുന്ന സകല ആൾക്കാരുടെയും ഹൃദയം നിലച്ചു പോകുന്ന കാഴ്ചകളാണ് ഇന്ന് നടന്ന ടാസ്കിന്റെ ഒടുവിൽ സംഭവിച്ചത്. ബിഗ് ബോസ് വീട്ടിൽ ഒരു 90% ആൾക്കാരും അനീഷിനെതിരാണ്. അനീഷ് അവിടുന്ന് പോകണമെന്ന് തന്നെയാണ് അവരാഗ്രഹിക്കുന്നത്. അനീഷിന്റെ സംസാരം, അനീഷിന്റെ നിലപാടുകൾ, അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി, ഇതെല്ലാവരെയും അവരെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അനീഷിനെ കയ്യിൽ കിട്ടുന്ന എല്ലാ സമയങ്ങളിലും നല്ല ഒന്നാന്തരമായിട്ട് അടി കൊടുക്കുവാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഗെയിം എന്നുള്ളതിനപ്പുറത്ത് ഒരു പകയായിട്ടത് മാറി. അതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന വില്ലൻ പരിവേഷം ലഭിച്ചിരിക്കുന്ന ആള് അപ്പാനി ശരത്താണ്. അപ്പാനിയുടെ സംസാര രീതികളും ഇടപാടുകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അനീഷിനെ ഇല്ലാതെയാക്കുവാനുള്ള വിരോധമുണ്ട് എന്നുള്ള തോന്നലാണ്. അനീഷ് വിജയിച്ചു, ടാസ്ക് നല്ല ഒന്നാന്തരമായിട്ട് പെർഫോം ചെയ്തു, അയാൾ രക്ഷപ്പെട്ട് കയറി വന്നു എന്ന് മാത്രമല്ല, അയാളെ പുറത്താക്കുവാൻ വേണ്ടി ഇന്നത്തെ അവസാനത്തെ ഗെയിം, ഈ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് വന്നൊരു കളിയരങ്ങ് എന്ന് പറയുന്ന ഗെയിമില്ലേ, അതിനകത്തുകൂടി അയാളെ പുറത്താക്കുവാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന് കളിച്ച വ്യക്തിയായിരുന്നു ഒനിൽ സാബു. ആ ഒനിലിനെ തന്നെ പുറത്ത് കളഞ്ഞിട്ട് അനീഷ് തന്റെ ആധിപത്യം അതിനകത്ത് ഉറപ്പിച്ചു. ആർക്കും അത് കണ്ടു നിൽക്കുവാൻ കഴിയാത്തൊരു കാഴ്ചയായിരുന്നു. ആകെക്കൂടി അനീഷിനെ സപ്പോർട്ട് ചെയ്തത് 3-4 ആൾക്കാർ മാത്രമാണ്. അതിൽ തന്നെ സഹായിക്കുവാൻ നിന്ന ആദില ആൻഡ് നൂറ, പിന്നെ ഒന്ന് ശൈത്യ, അത് കൂടാതെ പരോക്ഷമായിട്ടൊരു സപ്പോർട്ട് അനുമോളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ടാസ്ക് കഴിഞ്ഞപ്പോൾ 2 ആൾക്കാർ പുറത്തുപോയി. ഒന്ന് ശാരിക KB, 2 ഒനിൽ സാബു. ഈ 2 ആൾക്കാരും പുറത്തു പോകുന്നു, ബാക്കിയുള്ളവർ അകത്തേക്ക് കയറുന്നു. പക്ഷെ അനീഷിനെ ആരും അംഗീകരിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അയാൾ നിർണായകമായ ഘട്ടത്തെ തരണം ചെയ്താണ് അകത്തേക്ക് കയറി വന്നിരിക്കുന്നത്. പക്ഷേ അയാളെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. അടുക്കളയിലേക്ക് താൻ കയറി ചെല്ലുമ്പോൾ കുത്തുവാക്കുകളുമായിട്ട് ഓരോരുത്തരും പഴയതുപോലെ തന്നെ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി. ശരത്ത് ചെന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ഇവിടെ ഒരു പക്ഷേ വിജയിച്ചു കാണും, ഇനി പുറത്തുള്ള ആൾക്കാരുടെയൊക്കെ മുൻപിൽ നീ ഒരു വലിയ സംഭവമായിട്ട് തോന്നിയും കാണും, പക്ഷെ നീ ഞങ്ങളുടെ മുമ്പിൽ ജയിക്കത്തില്ല മോനെ, നീ രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇത് കേട്ടുകൊണ്ട് അനീഷ് പറയുന്നുണ്ട്, ഇത് എൻ്റെ വിജയമാണ്, ഇത് സത്യസന്ധതയുടെ വിജയമാണ്, ഇത് നീതിയുടെ വിജയമാണ്. ഇത് കേൾക്കുമ്പോഴേക്ക് ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ചൊറിച്ചിൽ വരികയാണ്. ഹ്യൂമാനിറ്റി എന്ന് പറയുന്നൊരു സംഭവം നിനക്കില്ല. നീ ഗെയിം കളിച്ചു, ടാസ്ക് കളിച്ചു, നീ ജയിച്ചു കയറി, നീ മിടുക്കൻ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഭവം നിനക്ക് ലെവലേശം പോലും തൊട്ടു തീണ്ടിയിട്ടില്ല. അങ്ങനെയാണ് നീ ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ മുതൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് സുഖമായിട്ട് ഇവിടെ ജീവിച്ചു പോകാമെന്ന് നീ കരുതുകയേ വേണ്ട. വീണ്ടും വീണ്ടും അനീഷിനെ ചൊറിയുകയാ എന്ന് പറഞ്ഞാൽ അനീഷിന്റെ ആ വിജയം സത്യത്തിൽ അവരുടെ ഉറക്കം കെടുത്തുന്ന വിജയമായി പോയി. തുടർന്ന് വല്ലാത്ത അങ്കലാപ്പോടുകൂടി അപ്പാനി ഓടി നടന്ന് ചർച്ചകൾ നടത്തുകയാണ്. അനീഷിന്റെ കൂടെ നിൽക്കുന്ന 2 ആൾക്കാർ, ആദിലയും നൂറയും, അവരെ വിളിച്ചു മാറ്റിയിരുത്തിയിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ആദില പറയുന്നുണ്ട്, അതെ ചേട്ടൻ തുടക്കം മുതലേ അയാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഈ വീട്ടിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നൽ. എന്തിനാ ചേട്ടാ അങ്ങേരുടെ പുറകിന് ഇങ്ങനെ നടക്കുന്നത്? നിങ്ങൾക്ക് അയാളെ വിട്ടുകളയരുതോ? അതിന് മറുപടി ഒന്നുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അപ്പാനി പറയുകയാണ്, അവനിപ്പോൾ ആൾക്കാരുടെ മുൻപിൽ വലിയ ഹീറോയായി കാണും, അവനെക്കുറിച്ച് പുറം ലോകത്തുള്ള സംസാരം വെറും പാവം എന്നായിരിക്കും. ഇത് കേട്ടുകൊണ്ട് അക്ബർ വന്ന് പറയുന്നുണ്ട്, അവനിപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ ഹീറോ ആയിട്ടുണ്ട്. അങ്ങനെ നാട്ടുകാർ അവനെ ഹീറോ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് വീട്ടിലെ വില്ലൻ ശരത്തെ നീ തന്നെയാണ്. ഇനിയിപ്പോൾ അവനെയാണ് വില്ലൻ ആക്കിയിട്ടുള്ളതെങ്കിൽ നീയാണ് ഇവിടുത്തെ റിയൽ ഹീറോ. തുടർന്ന് എന്തു പറയണമെന്നറിയാതെ, അതായത് ഒനിലും ശാരികയുമാണ് പുറത്തു പോയതെങ്കിലും ഇത് തൻ്റെ മേൽ നേടിയൊരു വലിയ വിജയമായിരുന്നു അനീഷിന്റെ. ആ രീതിയിൽ തന്നെയാണ് അപ്പാനിയുടെ പ്രതികരണങ്ങൾ മുഴുവൻ. അരച്ച് കലക്കി കയ്യിലോട്ട് കൊടുത്താൽ ഒറ്റ വലിക്ക് അപ്പാനി ഇപ്പോൾ അനീഷിനെ കുടിച്ചു തീർത്ത് കളയും. അതുപോലെയുള്ള ഒരു ഭയങ്കര വ്യക്തി വൈരാഗ്യം. എന്തിനാ ശരത്തെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അല്ല, ശരത്തിനോട് നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് കേൾക്കാനല്ലേ? എങ്കിൽ പോലും പറഞ്ഞു പോവുകയാണ്, ഇതൊരു ഗെയിമല്ലേ, ഗെയിമിനെ ഗെയിമായി കാണണ്ടേ? അങ്ങനെ അല്ലാതെ അത് അകത്തോട്ടെടുത്തു വെക്കാൻ തയ്യാറാകുമ്പോഴല്ലേ ഈ വിരോധവും പകയുമൊക്കെ ഉടലെടുക്കുവാൻ തുടങ്ങുന്നത്. അങ്ങനെ ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്ന പല ആൾക്കാരും ഇപ്പോഴും കുടിപ്പകയുമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആകേണ്ട ആവശ്യമുണ്ടോ? ഇതിനെ ഒരു ഗെയിമായിട്ട് തന്നെ കണ്ടു മുൻപോട്ട് പോവുക. നിങ്ങൾക്കും ധാരാളം അവസരങ്ങളുണ്ട്. ഇപ്പോൾ 10 ദിവസം പിന്നിട്ടിട്ടേ ഉള്ളൂ. ഇനിയും 90ഓളം ദിവസങ്ങൾ ഇവിടെ കിടക്കുകയാണ്. നിങ്ങൾക്ക് ഹീറോയാകാൻ, നിങ്ങൾക്ക് മടങ്ങി വരുവാൻ, നിങ്ങളാണ് ഈ കപ്പ് ഉയർത്താൻ യോഗ്യൻ എന്ന് നിങ്ങൾക്ക് തെളിയിക്കുവാൻ ഇത്രയധികം ദിവസങ്ങൾ കിടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ബേജാറാകേണ്ട ആവശ്യമില്ല. നിങ്ങൾ കളിക്ക്, നല്ല രീതിയിൽ കളിച്ച് നിങ്ങൾ അനീഷിനെ പരാജയപ്പെടുത്ത്. നിങ്ങൾക്കത് പറ്റില്ല എന്ന് ഏകദേശം ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം നിങ്ങൾ പതറി നിൽക്കുകയാണ്. അനീഷിന്റെ മുമ്പിൽ നിങ്ങൾ വീണു എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ജാള്യത മറയ്ക്കുവാൻ വേണ്ടിയാണ് വായിൽ വരുന്നതൊക്കെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതിനിടയിൽ ശരത്ത് സംസാരിച്ചു വരുമ്പോൾ അനുമോളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞത് അവൾ കാലുവാരി, അവൾ കൂടെ നിന്നിട്ട് ചതിച്ചു എന്നാണ്.
എന്താണ് കാരണം? അനീഷിനോട് ഇപ്പോൾ അവൾക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഗെയിം കളിക്കുന്നതിനിടയിൽ ചേട്ടാ നന്നായി കളിക്കുക എന്ന് അവനോട് പോയി പറഞ്ഞു. ഇന്നലെ വരെ എൻ്റെ കൂടെ നിൽക്കുകയും എനിക്ക് ഒപ്പം നിന്നുകൊണ്ട് വലിയ വഴക്ക് അനീഷിനെതിരായിട്ട് ഉണ്ടാക്കിയവളാണ്. അവൾ മറുകണ്ഠം ചാടിയിരിക്കുന്നു. അവളെ നമ്പാൻ പാടില്ല. അവൾ ചതിക്കുന്നവളാണ്. അവളുടെ ക്യാരക്ടർ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് സത്യത്തിൽ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്താണ് ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം? അതായത് അനീഷിനോട് ആരും സഹകരിക്കാൻ പാടില്ല. ആദിലയും നൂറയും അനീഷിന്റെ കൂടെ നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ അവരെ വിളിച്ചിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി. അവിടെ ഇരുന്നു കൊണ്ട് ശൈത്യയും പള്ളു പറയുന്നുണ്ട്. ശൈത്യയും അനീഷിന്റെ ഒരു ഹെൽപ്പറായിട്ടാണല്ലോ വന്നത്. അതുകൊണ്ട് അനീഷിനോട് ആരും സഹകരിക്കാൻ പാടില്ല. അപ്പോൾ അനുമോളെ കുറിച്ചാണ് ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയാനുള്ള എന്തെങ്കിലും യോഗ്യത ഈ അപ്പാനി ശരത്തിനുണ്ടോ? അയാള് അനുമോളെ കുറിച്ച് എത്ര മോശമായിട്ടാണ് അവിടെ സംസാരിച്ചത്. അവൾ ഇവിടെ വന്ന് വലിയ ഷോ ഓഫ് കാണിക്കുകയാണ്. അവൾ ആരാണ് എന്താണ് എന്നുള്ളതെല്ലാം നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. സ്റ്റാർ മാജിക്കിൽ ഒരുത്തനെ വെച്ച് അവൾ കാശ് ഉണ്ടാക്കിയതാണ്, അവനെ കൊണ്ടു നടക്കുകയായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് അതൊരു പെൺകുട്ടിയാണ്, അവളുടെ ഭാവി എന്താകും എന്ന് പോലും ചിന്തിക്കാതെ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ഷോയിൽ ഇരുന്നുകൊണ്ട് പരസ്യമായിട്ട് അവഹേളിച്ച ആളാണ് ഈ അപ്പാനി. അപ്പാനി ഈ പറഞ്ഞ വാക്കുകൾ ആരെങ്കിലും അനുമോളുടെ ചെവിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഇവനോട് ഏത് രീതിയിലായിരിക്കും ഇനി പ്രതികരിക്കുക? ഈ ഒരു ഗെയിം ഷോയ്ക്കകത്തേക്ക് വന്നിട്ട് ഗെയിമിനനുസരിച്ച് നിങ്ങൾ വിലയിരുത്തൂ. അനീഷുമായിട്ട് നിങ്ങൾക്ക് ശത്രുതയുണ്ടായി, അത് ഗെയിമിനോടുള്ള ബന്ധത്തിലാണ്. ഇതിനകത്തുള്ള കുടിപ്പകയായി ഇപ്പോൾ അത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോളോട് നിങ്ങൾക്ക് ഗെയിമിനോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പറയാം, വിമർശിക്കാം. പക്ഷേ ഇതിന് പുറത്തു വെച്ച് എന്ത് സംഭവിച്ചു, അവൾ ആള് മോശമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ഈ ഷോയിൽ വന്നിരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിഷമാണ് എന്നുള്ള കാര്യം നാട്ടുകാർക്ക് വ്യക്തമാവുകയാണ്. നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ചോ ഇതുപോലെ ആരെങ്കിലും ഒരാൾ പറഞ്ഞു എന്നറിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? വാസ്തവത്തിൽ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ നിങ്ങളുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എത്രമാത്രം മാനസികമായിട്ട് തകർന്നിട്ടുണ്ടാവും. അത്രയും വൃത്തികെട്ട സംസാരം സംസാരിച്ച അപ്പാനി ശരത്താണ് ഇപ്പോൾ അനീഷിന് മനുഷ്യത്വമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നത്. അനീഷ് ഇത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട വർത്തമാനങ്ങളും അതിനകത്ത് വന്ന് പറഞ്ഞിട്ടില്ല. അയാളുടെ ഗെയിമിനോടുള്ള ബന്ധത്തിൽ അയാൾ പല സ്ട്രാറ്റജികളും ഇറക്കിയിട്ടുണ്ട്, ഒച്ചയെടുത്ത് സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നടന്ന് ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരാളുടെയും വ്യക്തിത്വത്തെ അയാൾ യാതൊരു തരത്തിലും അപമാനിച്ചിട്ടില്ല. ആരുടെയും പാസ്റ്റ് ഹിസ്റ്ററി അന്വേഷിച്ച് അയാൾ പോവുകയോ അത് ചികഞ്ഞെടുത്തു കൊണ്ടുവന്ന് കരി വന്നപ്പോൾ അതെടുത്ത് അടിക്കുകയും ചെയ്തിട്ടില്ല. ഈ വൃത്തികേടുകളൊക്കെ കാണിച്ച നിങ്ങളാണ് ഹ്യൂമാനിറ്റേറിയനെ പറ്റി ഇപ്പോൾ അയാൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇത് പറയേണ്ടി വരികയാണ്, പറയിപ്പിക്കുകയാണ്. ഗെയിം കളിക്കുകയാണെങ്കിൽ ഗെയിമിനെ കുറിച്ച് നമ്മൾ പറയും. വ്യക്തിവിരോധം തീർക്കുവാൻ വേണ്ടി വ്യക്തികളെ ആക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വ്യക്തിപരമായിട്ട് നമുക്കും സംസാരിക്കേണ്ടി വരും. ഇന്ന് നടന്ന ടാസ്കിൽ അനീഷ് ഒരിക്കലും അപ്പാനി ശരത്തിന്റെ ഒരു എതിരാളിയെയല്ല. കാരണം ശരത്ത് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ നേടിയ വിജയം ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചത് ശരത്തിനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായി നിങ്ങൾ തമ്മിലൊരു പോരാട്ടം നടത്തി ആ പോരാട്ടത്തിൽ അനീഷ് ഇതുപോലെ നിങ്ങളെ മലർത്തിയടിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ബിഗ് ബോസ് വീടിന്റെ ഏതെങ്കിലും ഒരു ഉത്തരത്തിൽ നിങ്ങൾ തൂങ്ങിച്ചാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രമാത്രം ഈഗോ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുവാൻ കഴിയില്ല. നല്ലത് ചെയ്താൽ നല്ലത് എന്ന് തന്നെ പറയും. ഇത് കേൾക്കുമ്പോൾ അനീഷിന്റെ ഗെയിം അതിന് പകരം വെക്കാൻ മറ്റൊന്നില്ല. ഭൂമിയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സൂപ്പർ സംഭവമായിട്ട് ഒരാൾ വന്നിരിക്കുന്നത് എന്നൊന്നും പറയുകയല്ല. അനീഷിൻ്റെതായിട്ടുള്ള ബലഹീനതകളും വീഴ്ചകളും ശരിയല്ലാത്ത പല പ്രതികരണങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ പേരിൽ അയാൾ വെറുക്കപ്പെടേണ്ടവനാണ് എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ചാപ്പ കുത്തുകയും അയാളോട് സഹകരിക്കുവാൻ ആരെയും അനുവദിക്കാതിരിക്കുകയും അയാളെ ഒറ്റപ്പെടുത്തി ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുകയുമാണെങ്കിൽ ഒരു കാര്യം ശരത്തെ ഉറപ്പാണ്, നിങ്ങളൊരൊറ്റയൊരുത്തൻ കാരണം അനീഷ് എന്ന ഈ കോമണറെ സാധാരണക്കാരായ മലയാളികൾ ഏറ്റെടുക്കും. അവർ അദ്ദേഹത്തിന്റെ കയ്യിൽ കപ്പെടുത്തു വെച്ചു കൊടുക്കും. അത് ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്.